ഭാര്യ ഭർത്താവിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. 24 ചാനലിലെ ആഷിമി ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. വല്ലാത്ത രീതിയിൽ ആർക്കും അറിയാത്ത ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് ആമുഖത്തോട് കൂടിയിട്ടാണ് അയാൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിന് ആമുഖമായിട്ട് പറയാനുള്ളത്, ഇതേക്കുറിച്ച് അറിയാത്തത് ആഷ്മിക്ക് മാത്രമേ ഉള്ളൂ. മതപരമായി അറിയുന്ന അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ എല്ലാ കുട്ടികൾക്കും ഇത് അറിയാവുന്ന കേസാണ്. ഒരു പുരുഷന് സ്ത്രീയെ ഒഴിവാക്കാനുള്ള അധികാരം പോലെ തന്നെ സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാനും ഇസ്ലാം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് അധികാരമുണ്ട്. അതൊക്കെ ഖുർആന്റെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വല്ലപ്പോഴൊക്കെ 4ാം ക്ലാസ്സിലെ ദീനിയാത്തൊക്കെ ആഷ്മി ഒന്ന് വായിക്കണം. അതിൽ ഈ കാര്യം കൃത്യമായ രീതിയിലുണ്ട്. നമ്മൾക്കറിയാത്തൊരു അറിവ് ഒരു മഹാസംഭവമാണ് എന്ന് പറയുന്ന സമയത്ത് ഇതേക്കുറിച്ച് മറ്റുള്ളവർക്കൊക്കെ ബോധനം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൂടി നല്ലതാണ്. നമുക്ക് ആ വിഷയം ഒന്ന് നോക്കാം, എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്, പറഞ്ഞ് ഒപ്പിക്കുന്നത് എന്നൊക്കെ. കഴിഞ്ഞ ദിവസം കണ്ണൂർ കുടുംബ കോടതിയിലാണ് ഒരു വിധി വന്നത്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം ഭർത്താവിന് ഭാര്യ. അതിൽ ഈ മഹർ തിരിച്ചു കൊടുക്കണം, സ്വർണം തിരിച്ചു കൊടുക്കണം. മഹറിൻ്റെ പുറമെ സ്വർണം നൽകിയിട്ടുണ്ടെങ്കിൽ എന്നായിരിക്കും, മഹറും സ്വർണ്ണാഭരണവും എന്നാലും പറയുന്നുണ്ട്. മഹറാണല്ലോ ഇപ്പോൾ സ്വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറമെ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളത് ഇതൊരു അപൂർവമായിരിക്കുന്ന വിധിയാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. എന്താണ് ഇസ്ലാമിൻ്റെ നിയമത്തിൽ ത്വലാഖ് എന്നൊക്കെ പറയുന്ന സംഭവം? തലാഖ് എന്ന് പറയാൻ പുരുഷൻ സ്ത്രീയെ ഒഴിവാക്കുന്നതാണ്. അത് ഒഴിവാക്കുന്ന സമയത്ത് പിന്നീട് നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കോടതി കയറി ഇറങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കുടുംബ കോടതിയുടെ ഏത് മുറ്റത്തും കാണാവുന്നതാണ്. സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് തലാഖ് എന്ന് പറയുന്നത്. അത് പുരുഷൻ സ്ത്രീയെ ഒഴിവാക്കുന്നതാണ്. മുസ്ലിം ശരീഅത്ത് നിയമവ്യവസ്ഥയിൽ പറയപ്പെട്ട കാര്യമാണ്. തലാഖ് ചെല്ലുക എന്നുള്ളത് മതത്തിൽ ഒരു അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടോ സമീപനമോ അല്ല, അതിന് പ്രോത്സാഹനവുമില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാത്ത സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ വ്യവസ്ഥകളോട് കൂടി മാത്രം അനുവദിക്കപ്പെട്ടതാണ് തലാഖ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തലാഖ് എന്ന് പറയുന്ന സമയത്ത് പുരുഷൻ സ്ത്രീ ഒഴിവാക്കുന്ന പോലെ തന്നെ തിരിച്ചിങ്ങോട്ടും വേണമല്ലോ. പുനർവിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു മതം സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാൻ, പുരുഷൻ സ്ത്രീ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. 2 തരത്തിൽ ഈ സ്ത്രീ പുരുഷനെ ഒഴിവാക്കുന്നതിനുള്ള വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുല ആണ് ഇവിടെ ഇപ്പോൾ ഈ ആഷ്മി പരാമർശിച്ച കുല്ലാണ്. അതിനെക്കുറിച്ച് കുറച്ച് നോളജ് ആയിട്ട് കുറവാണെന്ന് തോന്നുന്നുണ്ട്. കുല്ലയുടെ വിവക്ഷ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി പരസ്പരം സമ്മതിച്ചുകൊണ്ട് വിഷയമില്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്നതാണ് കുല എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയപ്പെട്ട നഷ്ടപരിഹാരം ഇയാൾക്ക് കിട്ടാൻ പോകുന്നില്ല. കുടുംബ കോടതി കഴിഞ്ഞാൽ അതിൻ്റെ മേൽക്കോടതി എത്തുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായി തള്ളിപ്പോവാണ്. കുല പ്രകാരം ആണെങ്കിൽ 2 രീതി പറയുന്നുണ്ട്. ഒന്നാണ് കുല. അതിൽ ഭർത്താവിൻ്റെ സമ്മതത്തോടെ ഉള്ളതാണെങ്കിൽ മഹർ പകുതിയായിട്ട് വിഭജിക്കാൻ പറ്റും. പകുതി കൊടുക്കാം, പകുതി ഇങ്ങോട്ട് എടുക്കാവുന്ന രീതിയിൽ. ഇനി ഭർത്താവിന് സമ്മതമാണെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കാനും പറ്റും, ഇനി തീരെ കൊടുക്കാതിരിക്കാനും പറ്റും. അതൊരു കരാർ വ്യവസ്ഥയാണ് കുല എന്ന് പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ധാരണയുടെ മധ്യസ്ഥരൊക്കെ ഇരുന്ന് കണ്ട് സംസാരിച്ച് തീർക്കുന്നതാണ്. അതിന് ഈ മുബാരത് എന്നും പറയും. പരസ്പരം സമ്മതിച്ചുള്ള വിവാഹമോചനത്തിന് മുബാറത്ത് എന്ന് പറയുന്നുണ്ട്, കുല എന്നും പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒന്ന് വരുന്നതാണ് ഫസ്ക് എന്ന് പറയുന്നത്. ഫസ്ക് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷനെ ഒഴിവാക്കുന്നത്. സ്ത്രീ പുരുഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പുരുഷൻ്റെ സമ്മതം ആവശ്യമില്ലാതെ ഏകപക്ഷീയമായിട്ട് സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാനുള്ളതാണ് ഫസ്ക്. ഫസ്കാണ് ഇവിടെ ചെല്ലിയതെങ്കിൽ ഈ 10 ലക്ഷം രൂപയും ഈ പറയപ്പെട്ടതൊക്കെ അങ്ങനെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് മതപരമായ രീതി, അതിൻ്റെ രീതി അങ്ങനത്തെയാണ്. നഷ്ടപരിഹാരം എന്നതിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നില്ല. നഷ്ടപരിഹാരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശരീഅത്ത് പറയുന്നതല്ല. പിന്നെ ഓരോരോ രാജ്യത്ത് ഓരോരോ നിയമവ്യവസ്ഥ ഓരോരോ ദേശത്തുണ്ടാകുന്ന സമയത്ത് അതിനനുബന്ധമായ രീതിയിൽ ആ രാജ്യത്തിലെ വ്യവസ്ഥാപിതമായിരിക്കുന്ന രീതിയിലൂടെ പോകുന്ന സമയത്താണ് നഷ്ടപരിഹാരം. അതായത് ഒരു കേസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വിധി പറയുകയാണെങ്കിൽ അതിന് ഒരു 10 ലക്ഷം രൂപ അല്ല 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചാൽ ഇതിന് സമാനമായിരിക്കുന്ന കേസ് നടക്കുന്ന കർണാടകയിലോ തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഒരുപക്ഷെ 25 ലക്ഷം വിധിച്ചെന്ന് വരും. അത് ശരീഅത്തുമായിട്ട് അതിന് ബന്ധമില്ല. അത് ആ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പോൾ നഷ്ടപരിഹാരമല്ല നാം പറയുന്നത്, അതിനോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ത്വലാഖ് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സമ്മതമില്ലാതെ പുരുഷൻ അങ്ങോട്ട് ഒഴിവാക്കാനുള്ളതാണ്, ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഫസ്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പുരുഷൻ്റെ സമ്മതമില്ലാതെ സ്ത്രീക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നാൽ കുല എന്ന് പറഞ്ഞാൽ പരസ്പര ധാരണയോടുകൂടി ചെയ്യുന്നതാണ്. 3 വേർഷനാണ്, 3 രീതിയാണ്. അപ്പോൾ പരസ്പരം സമ്മതിച്ച് ഇവിടെ തന്നെ അത് അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. ഒഴിവാക്കുന്ന സമയത്ത് പിന്നെ വിവാഹമോചനമാണ്. അത് സ്ത്രീ പുരുഷനെ ഒഴിവാക്കിയാൽ പുരുഷൻ സ്ത്രീ ഒഴിവാക്കിയാൽ പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുനർവിവാഹം പിന്നെ വേണമല്ലോ സ്ത്രീക്ക്. ആ പുനർവിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധ കാലയളവ് അഥവാ 3 മാസം
കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്ത്രീ പുരുഷനെ ഒഴിവാക്കിയാലും പുരുഷൻ സ്ത്രീയെ ഒഴിവാക്കിയാലും ആ സ്ത്രീക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി പറ്റൂ. അതൊരു നിയമവ്യവസ്ഥയാണ്. ഗർഭിണിയാണെങ്കിലോ ആ പ്രസവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റൂ. ഗർഭസ്ഥ സമയത്ത് പുനർവിവാഹം പാടില്ല, ഒഴിവാക്കപ്പെട്ടാൽ പോലും. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ വിവക്ഷകൾ നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ വിവാഹം കഴിച്ചതിന് ശേഷം സ്ത്രീ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഒഴിവാക്കുന്ന സമയത്ത് പിന്നീട് ലൈംഗികപരമായ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ ഈ നൽകപ്പെട്ട എല്ലാ സ്വർണത്തിനും അല്ലെങ്കിൽ മഹറിനും ഈ സ്ത്രീ അവകാശമാണ്. ആ സമയത്ത് കൊല്ലാപ്രകാരമായിരിക്കും ഒഴിവാക്കി പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ പുരുഷൻ ഈ വാങ്ങപ്പെട്ട മഹർ ഈ സ്ത്രീയുടെ മഹർ അപ്പാടെ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ എക്സ്ക്യൂസുകളില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, കുലപ്രകാരമാണ് ഒഴിവാക്കുന്നത് എങ്കിൽ ഇതിൻ്റെ പകുതി മാത്രമേ ഈ സ്ത്രീക്ക് അവകാശമുള്ളൂ. അത് ശരീരത്തിൻ്റെ നിയമമാണ് ഈ പറയുന്നത്. ബാക്കി എന്ത് ചെയ്യണം? ബാക്കി 50-50 ആക്കിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൽ നഷ്ടപരിഹാരം എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ പറഞ്ഞു പല രീതിയിലും പല സ്വഭാവത്തിനും പല അവസ്ഥക്കും സാഹചര്യത്തിനും അനുസരിച്ച് രാജ്യനിയമ വ്യവസ്ഥ പ്രകാരം ഒരു രാജ്യത്തുള്ള നിയമവ്യവസ്ഥ പ്രകാരം മജിസ്ട്രേറ്റ് വക്കീൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് തീരുമാനം എടുക്കുന്നതാണ്. ഒരേ കേസിന് പല ശിക്ഷകൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. ഒരേ കേസിന് പല നഷ്ടപരിഹാരം കാണാൻ പറ്റും. അതും ശരീഅത്തുമായിട്ട് ബന്ധമല്ല. ശരീഅത്തിൻ്റെ നിയമങ്ങൾ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. മുത്തലാഖ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ നിരോധിക്കപ്പെട്ടു. അതൊരു ക്രിമിനൽ ആക്ട് ആയിട്ട് കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ആരും ഒരു പ്രതിഷേധം നടത്തിയിട്ടില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല. അതൊരു നിയമവ്യവസ്ഥയൊന്നുമല്ല. മുത്തലാഖ് എന്ന് പറയുന്ന സമയത്ത് 3 പ്രാവശ്യം തലാഖ് ചെയ്യില്ല, ഒരു പ്രാവശ്യം തലാഖ് ചെയ്യില്ല തന്നെ ബന്ധം പിരിയും. പിന്നെ അത്രയും ദേഷ്യവും വാശിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് മുത്തലാഖ് എന്ന് പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ അതിൻ്റെ മറ്റൊരു വർഷം പറയുന്ന സമയത്ത് തൊലാഖ് ചൊല്ലിയിട്ട് ബന്ധം ഒഴിവായി. അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് സംഭവങ്ങൾ. അതേ സ്ത്രീയെ വീണ്ടും ഈ ഒഴിവാക്കപ്പെട്ട വ്യക്തി കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇസ്ലാമിൻ്റെ ശരീഅത്ത് പ്രകാരം പറ്റും. ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമപ്രകാരം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് തലാഖ് ചൊല്ലി ഒഴിവാക്കപ്പെട്ട സ്ത്രീയെ അതേ പുരുഷന് വീണ്ടും പുനർവിവാഹം നടത്താൻ വേണ്ടി പറ്റും, സമ്മതം നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യവസ്ഥാ കാര്യങ്ങളുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇതൊന്നും അത്ഭുതപരമായിരിക്കുന്ന മഹാസംഭവമൊന്നുമല്ല. ഇത് വളരെ കൃത്യമായ രീതിയിൽ മതപരമായിരിക്കുന്ന കുറച്ച് അറിവ് നിങ്ങൾക്ക് കുറവുണ്ട്. അതിന് ഏതെങ്കിലും ഉസ്താദുമാരായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലെ ദീനി കിതാബുകളോ അല്ലെ ചാറ്റ് GPT ഒക്കെ സെർച്ച് ചെയ്താലൊക്കെ ഇതിൻ്റെ വ്യവസ്ഥ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ നഷ്ടപരിഹാരമല്ല പറയുന്ന ബാക്കിയുള്ള എല്ലാ കാര്യവും. ഇവിടെ നിങ്ങൾ പറയപ്പെട്ട കാര്യങ്ങളിലും ഈ പറയപ്പെട്ട വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നതെങ്കിൽ കൊല എന്ന് പറയുന്ന പരാമർശമുണ്ടെങ്കിൽ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പറയപ്പെട്ട പണം നഷ്ടപരിഹാരമായിട്ട് ലഭിക്കാൻ യാതൊരു വഴിയുമില്ല, അത് കിട്ടുകയില്ല. അതല്ലാത്ത രീതിയിൽ ഫസ്റ്റാണ് ചെയ്യപ്പെട്ടതെങ്കിൽ ആ നഷ്ടപരിഹാരം കിട്ടാൻ സാധ്യത ഉണ്ട് എന്നല്ല. അതിന് മേൽക്കോടതി പോകുന്ന സമയത്ത് അതൊക്കെ പോവുമല്ലോ. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഈ ശരീഅത്ത് നിയമം ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിങ്ങായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി അല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന കാര്യവിവരങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത് അല്ലെങ്കിൽ പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമില്ല. മറ്റു മതസ്ഥർ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അവർക്ക് ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ടോ? നമ്മളൊക്കെ കേൾക്കുന്നത് തലാഖ് ചെല്ലുന്നു, ഒഴിവാക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ സ്ത്രീക്ക് അങ്ങോട്ട് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഒരു നിയമം ഇവിടെ ശരീഅത്ത് നിയമവ്യവസ്ഥയിൽ ഉണ്ട് എന്ന് അറിയാത്ത ആളുകൾക്ക് ഇത് വല്ലാത്ത രീതിയിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. 5ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. ഇതിനേക്കാളപ്പുറം വളരെ കൃത്യതയോട് കൂടിയിട്ട് ഈ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. അത് ഓരോരോ കാര്യം ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട അത്രയും കാര്യത്തെക്കുറിച്ച് പുരുഷനായിട്ട് ബന്ധപ്പെട്ട അത്രയും കാര്യത്തെക്കുറിച്ച് ഇതിനിടയിൽ നിങ്ങൾ പോലും കേൾക്കാത്ത, അറിയാത്ത, മനസ്സിലാക്കാത്ത, ഇതുവരെ അതേക്കുറിച്ച് പഠിക്കാൻ കഴിയാത്ത ഒരുപാട് അത്ഭുതകരമായിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്.